ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അർജുൻ. നമ്മളിന്ന് വന്നിട്ടുള്ളത് നെറ്റ് കൊമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നെറ്റ് എക്സാമുകൾ വരാൻ പോവാണ്. ഇപ്പോൾ കൊമേഴ്സിൽ നമുക്ക് പേപ്പർ 2 10 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ള ഈ ടോപ്പിക്ക്, ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തവരുണ്ടാവാം, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവരുണ്ടാവാം, പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവാം. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പഠനം ആരംഭിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്നിട്ട് ചാപ്റ്റർ 1 അല്ലെങ്കിൽ യൂണിറ്റ് 1 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം, ഇതാണ് നമ്മുടെ സിലബസ്. നിങ്ങളെല്ലാവരും സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിലുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കൺസെപ്റ്റ്സ്, എലമെൻറ്റ്സ് ഓഫ് ബിസിനസ്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതുപോലെ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണ്, എക്കണോമിക് സിസ്റ്റം എന്താണ്, എക്കണോമിക് പോളിസീസ്, അതിൽ മോണിറ്ററി ഫിസിക്കൽ പോളിസീസ്, അതുപോലെ തന്നെ നമ്മളിന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോണിറ്ററി ഫിസിക്കൽ പോളിസീസ് എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് എൻവയോൺമെൻറ്റ് ഏതൊക്കെയാണ്? മറ്റ് എൻവയോൺമെൻറ്റ് പൊളിറ്റിക്കലുണ്ട്, ലീഗലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. പിന്നെ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്, എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്താണ്, മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ഇൻ ഇൻ്റർനാഷണൽ, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് ഇൻ്റർനാഷണൽ ട്രേഡിൽ, അതിൽ താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് നോക്കാം, സിലബസ് ആദ്യം നമുക്ക് റീഫ്രഷ് ചെയ്തിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. പിന്നെ FDI എന്താണ്, അതുപോലെ തന്നെ FPI എന്താണ്, അതുപോലെ തന്നെ BOP എന്താണ്, അതുപോലെ തന്നെ BOPയെ പറ്റിയാണ് ബാക്കി പറയുന്നത്, അതിൻ്റെ കമ്പോണൻസ്, ഈ ലെവൽ ഓഫ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ ലെവൽ ഓഫ് ഇൻ്റഗ്രേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ IMF, വേൾഡ് ബാങ്ക് മുതലായുള്ള സ്ഥാപനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ എഗ്രിമെൻറ്റ്സ്, ഗാഡ്സ്, ട്രിംസ് അങ്ങനെയുള്ള എഗ്രിമെൻറ്റിനെ പറ്റിയും പഠിക്കാനുണ്ട്. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിറ്റ് 1 ഉള്ളത് എന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബിസിനസ് പ്രവർത്തിക്കുന്നതിൻ്റെ ചുറ്റുപാട്, അതിനാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള എൻവയോൺമെൻറ്റ്സ് ആണുള്ളത്. ഒന്നാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, ബിസിനസ്സിൻ്റെ അകത്തുള്ള എൻവയോൺമെൻറ്റ്, അതായത് ബിസിനസ്സിൻ്റെ അകത്തുള്ള ബിസിനസ്സിൻ്റെ പോളിസീസ്, അതുപോലെ ബിസിനസ്സിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്ട്രക്ചർ, ബിസിനസ്സിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്, അങ്ങനെയുള്ള ബിസിനസ്സിൻ്റെ എന്താ പറയുക ഐഡിയോളജി, വിഷൻ, മിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ പെട്ടതാണ്. അതുകൂടാതെ 2 എൻവയോൺമെൻറ്റ് കൂടിയുണ്ട്, മൈക്രോ എൻവയോൺമെൻറ്റും മാക്രോ എൻവയോൺമെൻറ്റും. ബിസിനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ബിസിനസ്സിൻ്റെ ചുറ്റുപാടുമുള്ള ബിസിനസ്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന എൻവയോൺമെൻറ്റാണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ആൾക്കാർ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഗതി എന്ന്. എന്താണ് ബിസിനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സപ്ലയേഴ്സ്, ബിസിനസ്സിന് റോ മെറ്റീരിയൽസ്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സപ്ലയേഴ്സ്, കൺസ്യൂമേഴ്സ്, ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന കൺസ്യൂമേഴ്സ്, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, മറ്റ് ക്രെഡിറ്റേഴ്സ് ആയിരിക്കാം. ഇവർക്കെല്ലാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ബന്ധം നിലനിൽക്കുന്നവരാണ്. മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയേറ്ററീസ്, മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻ്റർമീഡിയേറ്ററീസ്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ്, ബിസിനസ്സിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്. ഇത്രയും ആൾക്കാരാണ് ബിസിനസ്സിൻ്റെ മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അതായത് ബിസിനസ്സിന് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന, ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, ബിസിനസ്സിൻ്റെ ചുറ്റുമുള്ള ആളുകൾ, ബിസിനസ്സുമായി കണക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ, ഫസ്റ്റ് ലെയറിലുള്ള ആൾക്കാർ, അവരെയാണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ആൾക്കാരെ. ഇത് കൂടാതെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത, ബിസിനസ്സിനെ എന്നാൽ സ്വാധീനിക്കുന്ന ചില എൻവയോൺമെൻറ്റ് കൂടിയുണ്ട്. അതുകൂടി നമുക്ക് മനസ്സിലാക്കാം. അതിൽ വരുന്നതാണ് ഒന്ന് ഫിനാൻഷ്യൽ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ എക്കണോമിക് എൻവയോൺമെൻറ്റ്, പിന്നെന്താണ് ജിയോഗ്രാഫിക്കൽ ആൻഡ് റിസോഴ്സ് എൻവയോൺമെൻറ്റ്, പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്,
പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ഇതൊക്കെ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവരുടെ ഫിനാൻഷ്യൽ പോളിസീസ്, രാജ്യത്ത് നടപ്പാക്കുന്ന ഫിനാൻഷ്യൽ പോളിസീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ്, ആ സൊസൈറ്റിയുടെ കൾച്ചർ, ആ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ ആയിക്കോട്ടെ, രാജ്യത്തിനകത്ത് വരുന്ന നിയമ സംവിധാനങ്ങൾ വരുന്ന മാറ്റങ്ങൾ, ലീഗൽ എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ, ജിയോഗ്രഫിക്കൽ ആൻഡ് റിസോഴ്സ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഒരു മഴ വന്നു, ഒരു പ്രളയം വന്നു, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കമുണ്ടായി, നഷ്ടങ്ങളുണ്ടായി, അങ്ങനെയുള്ള ജിയോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതുകൂടാതെ ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം ബിസിനസ്സിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻവയോൺമെൻ്റ് ആണ്. പക്ഷേ ബിസിനസ്സിന് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം വരുന്നത് മാക്രോ എൻവയോൺമെൻറ്റിലാണ്. അങ്ങനെ ബിസിനസ്സിന് 3 ലെവൽ ഓഫ് എൻവയോൺമെൻറ്റ്സ് ഉണ്ട്: ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, മൈക്രോ എൻവയോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ പറ്റി. ഈ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് പറയുന്നതാണ് മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി. എന്താണ് മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി എന്ന് മനസ്സിലാക്കാം. അതായത് ഒരു രാജ്യത്തിനടുത്ത് നമുക്കറിയാം, ഒരു രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള എക്കണോമി ഉണ്ടായിരിക്കും. ആ എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ചാണ് രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ വളർച്ചയും എല്ലാം ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്കണോമിയുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലേഷൻസ്, അല്ലെങ്കിൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പമാണ്. പണത്തിൻ്റെ അളവ് കൂടുന്നു, പണത്തിൻ്റെ മൂല്യം കുറയുന്ന അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഈ എക്കണോമിനെ കൺട്രോൾ ചെയ്യാനായിട്ട് 2 പ്രധാനപ്പെട്ട പാർട്ടീസ് എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഗവൺമെൻറ് എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ RBI ആണ്. RBI എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെ ബാങ്കാണ്, ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന ബാങ്കാണ്. അതുപോലെ തന്നെ നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ കൺട്രിയുടെ ബാങ്ക് എന്ന് പറയാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. സോ RBIയും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും, ഇവർ 2 പേരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 2 സോഴ്സുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്കണോമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് ഇൻഫ്ലേഷൻ ആവാം, ഡിഫ്ലേഷൻ ആവാം, ഈ എക്കണോമിയുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നടപടികളാവാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ RBIയും പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ, എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമങ്ങൾ, പോളിസീസ്, സ്ട്രാറ്റജീസ്, ഇതെല്ലാം എക്കണോമിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോളിസീസിനെ പറയുന്ന പേരാണെന്ത്, നമ്മുടെ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. നേരെ മറിച്ച് എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് RBI കൊണ്ടുവരുന്ന നിയമങ്ങളും പോളിസീസിനെ പറയുന്ന പേരാണ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഇത് രണ്ടും പരസ്പരം തെറ്റാനുള്ള സാധ്യതയുണ്ട്, മോണിറ്ററി ഫിസിക്കലി. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, RBI ആണ് എന്താണ് നമ്മുടെ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്, മണി ഇഷ്യൂ ചെയ്യുന്നത്. സോ ആ മണി ആലോചിച്ച് വെച്ചാൽ മതി, മോണിറ്ററി. ഓക്കെ, അപ്പോൾ ഇത് ആരാണ്? RBI ആണ് മോണിറ്ററി പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആണ് ഫിസിക്കൽ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കി വയ്ക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ വളരെ എപ്പോഴും ചോദിച്ചിരിക്കും മോണിറ്ററി ഫിസിക്കൽ പോളിസീസ്. അപ്പോൾ മോണിറ്ററി പോളിസി ഈസ് ദ വേ ഓഫ് സെൻട്രൽ ബാങ്ക് ഇൻഫ്ലുവൻസ് ദ എക്കണോമി. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സെൻട്രൽ ബാങ്ക് എക്കണോമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോളിസീസാണ് മോണിറ്ററി പോളിസീസ് ത്രൂ മാനേജ്മെൻറ്റ് ഓഫ് മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് എക്കണോമിയിൽ ഉള്ള മണി, നമുക്കറിയാം നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് RBI ആണ്. സോ RBI നോട്ട് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റുകൾ കൺട്രോൾ ചെയ്യുന്നു. അതായത് അപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ലോണായിട്ട് വരുമ്പോൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടുകയാണ്, ഒരു രാജ്യത്ത് പണപ്പെരുപ്പം കൂടുന്നു, പണത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? മാർക്കറ്റിൽ നിന്ന് ആ പണം ബാങ്കിലേക്ക്, മാർക്കറ്റിലുള്ള പണം നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിലേക്ക് കൂടുതലായിട്ട് വരേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം? RBI എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും, അതായത് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ എന്തുണ്ടാവും? കൂടുതൽ പൈസ മാർക്കറ്റിൽ നിന്ന് ബാങ്കിലേക്ക് വരേണ്ടതായിട്ട് വരും. അപ്പോൾ മാർക്കറ്റിലുള്ള പണപ്പെരുപ്പത്തിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ നേരെ തിരിഞ്ഞ അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. സോ മാർക്കറ്റിൽ കൂടുതൽ പൈസ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പോളിസി, നമുക്ക് ഇൻഡെപ്തിൽ ആ വിഷയങ്ങളിലേക്ക് പോകണം. നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത് ആ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മോണിറ്ററി പോളിസീസ്. ഇനി ഗവൺമെൻറ് ആണെങ്കിൽ എന്താണ് ചെയ്യുക? ഗവൺമെൻറ് എങ്ങനെയാണ് എക്കണോമിനെ കൺട്രോൾ ചെയ്യുക? അത് ഇതാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ ടാക്സേഷനെ
ഇൻഫ്ലുവൻസ് ചെയ്യും. ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പലതരത്തിലുള്ള ടാക്സുകൾ പിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ടാക്സിൻ്റെ റേറ്റ് കൂട്ടുകയാണെങ്കിൽ കൂടുതൽ പൈസ ഗവൺമെൻറ്റിലേക്ക് വരും. സോ മാർക്കറ്റിൽ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ടാക്സ് കൂട്ടുക വഴി മാർക്കറ്റിലുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? ടാക്സ് വർദ്ധിപ്പിക്കുക വഴി മാർക്കറ്റിലുള്ള പൈസ കൂടുതലായിട്ട് ഗവൺമെൻറ്റിലേക്ക് വരും. നേരെ മറിച്ച് എന്ത് ചെയ്താൽ മതി? പണപ്പെരുപ്പം കുറവാണെങ്കിൽ എന്താണ് ഡിഫ്ലേഷൻ ആണ് ഉള്ളതെങ്കിൽ സ്പെൻഡിങ് കൂട്ടിയാൽ മതി. ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂട്ടുക, അപ്പോൾ കൂടുതലായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ മാർക്കറ്റിലേക്ക് വരും. ആ ഡിഫ്ലേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്, നമുക്കത് വഴിയെ പരിചയപ്പെടാം. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് നമ്മൾ CSR എന്ന് പറയുന്നത്. CSR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് അത് കൊടുത്തിട്ടുള്ളത്? കണ്ടില്ലേ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് പുതിയ സിലബസിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് നോക്കാം. CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് ദ കമ്പനീസ് കമ്മിറ്റ്മെൻറ്റ് ടു പോസിറ്റീവ്ലി ഇമ്പാക്ട് സൊസൈറ്റി ആൻഡ് ദ എൻവയോൺമെൻറ്റ് ത്രൂ എത്തിക്കൽ പ്രാക്ടീസസ് ആൻഡ് സസ്റ്റൈനബിൾ ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ ബിസിനസ് സമൂഹത്തിന് ഗുണമുള്ള രീതിയിൽ വേണം പ്രവർത്തിക്കാനായിട്ട്. ആ ബിസിനസ് എത്തിക്കലായിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ബിസിനസ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ബിസിനസ് സമൂഹത്തിന് ഗുണങ്ങൾ നൽകുന്നതായിരിക്കണം. അതെങ്ങനെയാണ് ഗുണങ്ങൾ നൽകുന്നത്? അവയുടെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ വഴി, അതുപോലെ തന്നെ എത്തിക്കലായിട്ടുള്ള അവരുടെ ബിഹേവിയർ വഴി സൊസൈറ്റിക്ക് നാശം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സൊസൈറ്റിയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക വഴി, നിയമാനുസൃതമായി ബിസിനസ് നടത്തുക വഴി, അങ്ങനെ എത്തിക്കലായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് എന്ത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സമൂഹത്തോട് കടപ്പെട്ടുകൊണ്ട് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. സോ ആ കാര്യവും കൂടി മനസ്സിലാക്കി വയ്ക്കുക. പിന്നെന്താണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്? ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറ്റിയാണ്. അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനി വിദേശത്തുള്ള ഒരു രാജ്യത്ത് പോയി ബിസിനസ് ചെയ്യുക. അപ്പോഴാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ് വരുമ്പോൾ റിലേഷൻ വരുമ്പോഴാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇൻ്റർനാഷണൽ ബിസിനസ് സ്ട്രാറ്റജീസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, മോഡ്സ് ഉണ്ട്. സോ ഇവിടെ വേണം ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഈ ഇൻ്റർനാഷണൽ ബിസിനസ് ആരംഭിക്കാം. ഒന്നാമത്തെയാണ് എക്സ്പോർട്ടിങ്. നമുക്ക് എന്ത് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രൊഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക, എക്സ്പോർട്ടിംഗ്. ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ജോയിൻറ്റ് വെഞ്ചർ, മാനേജ്മെൻറ്റ് കോൺട്രാക്ട്, ടേൺ കീ പ്രൊജക്ട്, സ്ട്രാറ്റജിക് ഇൻ്റർനാഷണൽ അലയൻസ്, ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓരോ മെത്തേഡും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടി വരും ഈ ചാപ്റ്ററിൽ. അതിൽ പ്രധാനപ്പെട്ട ചില എപ്പോഴും ചോദിച്ച് കാണുന്ന ചില ഇൻ്റർനാഷണൽ ബിസിനസ് മെത്തേഡാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്, ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്, സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. ഫ്രാഞ്ചൈസിങ് നമുക്കറിയാം, ഇപ്പോൾ KFC ആയിക്കോട്ടെ, മെക്ഡൊണാൾഡ്സ് ആയിക്കോട്ടെ, അതൊരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിൻ്റെ പേര് വിൽക്കലാണ് ഫ്രാഞ്ചൈസിയിൽ ചെയ്യുന്നത്. അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പല സ്ഥാപനങ്ങൾ അതിൻ്റെ തുടങ്ങുക. അവർ ഫ്രാഞ്ചൈസിയാണ് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയിലുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ അവരുടെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നു. അവരുടെ പേരും അവരുടെ മെറ്റീരിയൽസും വെച്ചുകൊണ്ട് ഇവിടെ ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ എന്ത് ചെയ്യാനായിട്ട് അവരുടെ പേരിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നു. അതിനാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് കമ്പനികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് 2 or more parties agree to pool their resources for the purpose of accomplishing സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ രണ്ട് കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഒരു സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതാണ് ജോയിൻറ്റ് വെഞ്ചർ. സ്ട്രാറ്റജിക് അലയൻസും രണ്ട് കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. പക്ഷേ അവർ പ്രവർത്തിക്കുന്നത് രണ്ട് കമ്പനികളായി തന്നെ നിലനിന്നുകൊണ്ടാണ്. അവർ ഒരുമിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് ഒരു ടാസ്ക് പൂർത്തീകരിക്കുന്ന രീതിയാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. നമുക്കത് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്, വഴിയെ നോക്കാം. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ബാരിയേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ പല സമയത്തും ഗവൺമെൻറ്റ്സ് ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ബാരിയേഴ്സാണിത്. ഇൻ്റർനാഷണൽ ട്രേഡിനുള്ള ബാരിയേഴ്സാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രണ്ട് ബാരിയേഴ്സാണ് താരിഫ്, നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് താരിഫ്
നോൺ താരിഫ് നോക്കാം. താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡ്യൂട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ടാക്സ് തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിനുള്ള ടാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സ്, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സ്, അതുപോലെ തന്നെ ട്രാൻസിറ്റ് ടാക്സ്. ഇങ്ങനെ ടാക്സ് ചുമത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ എക്സ്പോർട്ടിൻ്റെ ടാക്സ് എന്ത് ചെയ്യുക? എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ത് ചെയ്യുക? കൂട്ടുക. എക്സ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരെ ബാരിയേഴ്സ് അവർക്ക് തടയിടാൻ സാധിക്കും, എക്സ്പോർട്ടിങ് തടയാം. അല്ലെങ്കിൽ ഇമ്പോർട്ട് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇമ്പോർട്ട് താരിഫ് കൂട്ടിയാൽ മതി. ഇനി ഇമ്പോർട്ട് കൂട്ടണമെങ്കിൽ ഇമ്പോർട്ട് താരിഫ് കുറച്ചാൽ മതി. അങ്ങനെ താരിഫ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ തടുക്കാനും അവയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഇങ്ങനെ താരിഫ് അല്ലാതെ വേറെ നോൺ താരിഫ് ആയിട്ടുള്ള ചില ബാരിയേഴ്സ് കൂടി ഉണ്ട്. അതുകൂടി നോക്കാം. അതായത് ഒന്നാമത്തെയാണ് കോട്ടാസ്. കോട്ടാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു ലിമിറ്റ് ഏർപ്പെടുത്താണ്. ഇത്ര ആൾക്കാർ കോട്ട ആയിട്ട് കൊടുക്കുകയാണ്. ഇത്ര ആൾക്കാർ മാത്രമേ, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇത്രേ പാടുള്ളൂ, യൂറോപ്പിൽ നിന്ന് ഇത്രേ പാടുള്ളൂ, ശ്രീലങ്കയിൽ നിന്ന് ഇത്രേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോട്ടാസ് ഫിക്സ് ചെയ്യാണ്. അങ്ങനെ കോട്ടാസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊരു ബാരിയറാണ്. പിന്നെ അതർ ബാരിയേഴ്സിലേക്ക് വരാം. സബ്സിഡീസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സബ്സിഡീസ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അതായത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് സബ്സിഡീസ് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് പ്രോത്സാഹിപ്പിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ട് പ്രോത്സാഹിപ്പിക്കും, ഇമ്പോർട്ട് ചെയ്യുന്നതിന് സബ്സിഡീസ് കൊടുക്കാം. ഓക്കെ, അങ്ങനെയുള്ളത്. പിന്നെ അതർ ബാരിയേഴ്സ്, അതർ നോൺ താരിഫ് ബാരിയേഴ്സ് ആണ് ഇനി പറയുന്നത്. അതിൽ ആദ്യമാണ് ലോക്കൽ കണ്ടന്റ്. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പോണൻറ്റും വേണമെന്ന് നിർബന്ധം പിടിക്കാം. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു എലമെൻ്റ് എങ്കിലും ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് അവരിൽ ആ പ്രൊഡക്റ്റിൽ ഒരു എലമെൻ്റ് എങ്കിലും ചേർത്തിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? സെയിൽസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. ഇന്ത്യയിലുള്ള കണ്ടന്റ് എക്സ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനും വരുമാനം ഇന്ത്യക്ക് ഉണ്ടാക്കാനും സാധിക്കും. അങ്ങനെ ലോക്കൽ കണ്ടന്റ് നമ്മുടെ പ്രൊഡക്റ്റ് വേണമെന്ന് നിർബന്ധം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിൽ ബാരിയേഴ്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആൻഡ് ടെസ്റ്റിംഗ്. പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ പലതരത്തിലുള്ള ടെസ്റ്റിലൂടെ കടന്നുപോയി ക്വാളിറ്റി അഷുറൻസ് നേടണമെന്നുള്ള റൂൾസ് വെക്കാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ കൺട്രോൾ ഓൺ കറൻസി. പല കറൻസി എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൺട്രോളിങ്സ് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ എംബാർഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി എന്ത് ചെയ്യാണ്? ബാൻ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു, അല്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബാൻ ചെയ്തു. നിയമപരമായിട്ട് ബാൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നവരാണ് എംബാർഗോസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ഡിലേ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ്. അതായത് ഗവൺമെൻറ്, നമുക്കറിയാം ഇമ്പോർട്ട് എക്സ്പോർട്ട് ആകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുള്ള പേപ്പർ വർക്ക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ സമയം കൂടുതൽ വരുത്തുകയും അതുവഴി ഈ ട്രേഡിന് സ്ലോ ആക്കാനും കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ട്രേഡിന് ഗവൺമെൻറ്റ്സ് ബാരിയേഴ്സ് കൊണ്ടുവരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് FDIയും FPIയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. FPI എന്ന് പറഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു വിദേശ രാജ്യത്തുള്ള ഒരാൾ, ഒരു അമേരിക്കൻ പൗരൻ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യാണ്, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് രീതിയിലാവാം. ഒന്നാമത്തെ രീതിയാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അയാൾ ഭൂമി വാങ്ങി, ഇവിടെ ഒരു ഫാക്ടറി വെച്ചു, ഇവിടെ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് വാങ്ങി, ഇവിടെ പ്രൊഡക്ഷൻ നടത്തി, ഇവിടെ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ കയറ്റി അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നേരെ മറിച്ച് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നേരെ സ്റ്റോക്ക് മാർക്കറ്റിലാണെന്ന് വിചാരിക്കുക. അമേരിക്കൻ പൗരൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, FPI. അത് അയാൾക്ക് ഇവിടെ ഭൂമി ഉണ്ടായിരിക്കില്ല, അയാൾക്ക് ഇവിടെ ബിസിനസ് ഉണ്ടായിരിക്കില്ല, അയാൾ ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവില്ല. ഓൺലി അയാൾ എന്ത് ചെയ്യുന്നത്? ആ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ പറ്റി പഠിക്കാനുള്ളത്. അതും മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ് BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ ദ മണി എൻ്ററിങ് ആൻഡ് എക്സിറ്റിംഗ് ദ കൺട്രി. അതായത് ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ അകത്തേക്ക് വരുന്ന വരുമാനം, ഇന്ത്യയുടെ ഇൻകം, ഓക്കെ, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വരുന്ന ഇന്ത്യയുടെ എക്സ്പെൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്തേക്ക് വരുന്ന പൈസയുടെ അളവ്, രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന പൈസയുടെ അളവ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ഇയറിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഇയറിലെയോ ഹാഫ് ഇയറിലെയോ വരുന്ന BOP നമ്മൾ കണ്ടുപിടിക്കും. BOP നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അതിനനുസരിച്ചുള്ള പല കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് ടൈപ്സ് ഓഫ് ഇൻ്റഗ്രേഷൻസ്. നമ്മുടെ രാജ്യങ്ങളിലെ ഇൻ്റഗ്രേഷൻ, ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ കാര്യം വരുന്ന സമയത്ത് പല രാജ്യങ്ങളും അവരുടെ ട്രേഡിൻ്റെ കാര്യത്തിൽ അവരെ ഒന്നിച്ച് പ്രവർത്തിക്കാറുണ്ട്. അത് പല രീതിയിലുണ്ട്, പല മോഡ്സിലുണ്ട്. ഏതൊക്കെ ആ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ നോക്കാം. ഒന്നാമത്തെയാണ് ഫ്രീ ട്രേഡ് ഏരിയ. ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അവർ തീരുമാനിക്കുകയാണ് നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് തീരുമാനിക്കുകയാണ്. ആ എഗ്രിമെൻറ്റിൽ അവരെ ഒപ്പുവെക്കുകയാണ്. അങ്ങനെ ആ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അവരുടെ തമ്മിലുള്ള ട്രേഡ് എന്തായിരിക്കും? ഫ്രീ ട്രേഡ് ആയിരിക്കും, വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ്. ഇനി കസ്റ്റം യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് അഡോപ്റ്റ് യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസീസ്. ഇത് കസ്റ്റം യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് ഏരിയ തന്നെയാണ് അവർ. ആ എല്ലാ ഫെസിലിറ്റി ആ രാജ്യങ്ങൾ തമ്മിലുണ്ട്. അതുകൂടാതെ എന്താണുള്ളത്? അവരെ കൊമേഴ്ഷ്യൽ പോളിസി എന്ന് പറഞ്ഞാൽ സിമിലർ ആയിരിക്കും. ഒരേ കൊമേഴ്ഷ്യൽ പോളിസി തന്നെയായിരിക്കും ആ എഗ്രിമെൻ്റ് പ്രകാരം, ഈ കസ്റ്റം യൂണിയൻ പ്രകാരമുള്ള രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുക. ഇത് പ്ലസ് ഈ ഒരു ഫീച്ചർ കൂടി ഉണ്ടായിരിക്കും. ഇനി അടുത്തത് കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഫ്രീ ട്രേഡ് ഏരിയ ആയിരിക്കും, അതുപോലെ തന്നെ കസ്റ്റം യൂണിയൻ കൂടിയായിരിക്കും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ. അവർക്ക് കോമൺ പോളിസി ആയിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ ഫ്രീ മൂവ്മെൻറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ലേബർ ക്യാപിറ്റൽ വിത്തിൻ ദ കോമൺ മാർക്കറ്റ് ഉണ്ടാവും. ആൻഡ് ഹാവിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കസ്റ്റം യൂണിയൻ ആൻഡ് ഫ്രീ ട്രേഡ്, രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത് അലോസ് ഫ്രീ മൂവ്മെൻറ്റ്. ഒരു റെസ്ട്രിക്ഷൻസും ആ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല. ഈ ഇപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ആയാലും അതുപോലെ തന്നെ ലേബർ ഗുഡ്സ് ആയാലും അവരുടെ മൂവ്മെൻറ്റിന് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും കൊടുക്കാത്ത ഒരു ഇൻ്റഗ്രേഷനാണ് കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഈ രണ്ട് ഇൻ്റഗ്രേഷൻ്റെയും പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള മാർക്കറ്റ് കൂടിയാണ് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ശരി, ഇനി അടുത്ത ലെവൽ എന്താണ്? എക്കണോമിക് യൂണിയൻ. എക്കണോമിക് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. അതിൽ വരുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇവിടെ കോമൺ മാർക്കറ്റിൽ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും ഈ എക്കണോമിക് യൂണിയൻ ഉണ്ടാവും. അതായത് ഫ്രീ ട്രേഡ് ഏരിയ ആയിരിക്കും, അതുപോലെ തന്നെ കസ്റ്റം യൂണിയനിലുള്ള പ്രത്യേകതകളും അതിനുണ്ടായിരിക്കും. അതുകൂടാതെ ഇതിൽ ആഡായിട്ട് വരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമൺ മാർക്കറ്റ് ആയിരിക്കും. അതുകൂടാതെ നാഷണൽ എക്കണോമിക് പോളിസീസ് അവർക്ക് ഹാർമോണൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? അവർക്ക് കോമൺ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. അവർക്ക് ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസീസും സിമിലർ ആയിരിക്കും. അപ്പോൾ എക്കണോമിക് യൂണിയനിൽ പെടുന്ന രാജ്യങ്ങൾ അവർ ഫ്രീ ട്രേഡ് ആയിരിക്കും, അവർക്ക് ഒരു കോമൺ മാർക്കറ്റ് ആയിരിക്കും, അവരുടെ നാഷണൽ എക്കണോമിക് പോളിസീസ് ഏകദേശം ഒരുപോലെ ആയിരിക്കും, ഒന്ന് മറ്റൊന്നിനോട് യോജിക്കുന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ അവർക്കൊരു കോമൺ സെൻട്രൽ ബാങ്ക് ആയിരിക്കും ഉണ്ടാവുക. അവരെ യൂണിഫൈഡ് ആയിട്ടുള്ള മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ആയിരിക്കും ഈ എക്കണോമിക് യൂണിയനിൽ ഉണ്ടാവുക. അപ്പോൾ കുറച്ചുകൂടിയും എന്താണ് ഹൈ ലെവലുള്ള ഇൻ്റഗ്രേഷൻ ആണ് ആ രാജ്യങ്ങൾ തമ്മിലുണ്ടാവുക. ഇനി അടുത്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ അതിലും വലിയ, ഈ പറഞ്ഞ ഇൻ്റഗ്രേഷനേക്കാളും വലിയ പൂർണ്ണമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ ആണ്. എന്താണ്? ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ബൈ ദ കംപ്ലീഷൻ ഓഫ് ദ റിമൂവൽ ഓഫ് ഓൾ ബാരിയേഴ്സ്. ഇതിൽ ഒരു തരത്തിലുള്ള ബാരിയേഴ്സും ട്രേഡുകൾ തമ്മിലുണ്ടാവില്ല, രാജ്യങ്ങൾ തമ്മിലുണ്ടാവില്ല. ഇൻട്രാ ബ്ലോക്ക് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടറീസ്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ യൂണിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പോളിസീസ്. ആ രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് പോളിസീസ് മാത്രമല്ല, സോഷ്യൽ പോളിസീസും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അത്രയും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടായിരിക്കും ആ രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവുക. ഇതാണ് ലെവൽസ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. നമുക്കിതിൽ വിശദമായിട്ട് ഇനിയും പഠിക്കാനുണ്ട്. ഞാനത് ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. ഓക്കെ, ഇനി ഇതുകൂടാതെ നമുക്ക് നോക്കാം കുറച്ച് സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. രാജ്യത്തുള്ള ട്രേഡുകൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള
ഓർഗനൈസേഷനാണ് WTO എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട 2 ആൾക്കാർ, അതാണ് IMFും വേൾഡ് ബാങ്കും, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും അതുപോലെ തന്നെ വേൾഡ് ബാങ്കും. ഇവരാണ് ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്നത്. ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ് IMFും വേൾഡ് ബാങ്കും. എപ്പോഴും ചോദിക്കും. അവയെപ്പറ്റിയും നമുക്ക് ചരിത്രം പഠിക്കാനുണ്ട്. നമുക്ക് വേറെ ക്ലാസ്സിൽ വിശദമായിട്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ ചരിത്രം നമുക്ക് പഠിക്കാം. പിന്നെ കുറച്ച് എഗ്രിമെൻറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഗാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എഗ്രിമെൻറ്റ് ഫോർ താരിഫ് ആൻഡ് ട്രേഡ്. നമ്മുടെ ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ട്രേഡുകൾ തമ്മിലുള്ള ആ ട്രേഡുകൾക്ക് വേണ്ട താരിഫുകൾ, ടാക്സുകളുടെ കാര്യത്തിലൊക്കെ റെഗുലേറ്റഡ് ആയിരിക്കും. ഈ എഗ്രിമെൻറ്റ് പറഞ്ഞ പ്രകാരമായിട്ടുള്ള താരിഫുകളായിരിക്കും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. പിന്നെ ഗാട്ട്സ് ജനറൽ എഗ്രിമെൻറ്റ് ഫോർ ട്രേഡ് ആൻഡ് സർവീസസ്, സർവീസിൻ്റെയും ട്രേഡിൻ്റെയും കൺട്രോൾ ചെയ്യാനായിട്ട് അതിൻ്റെ വേണ്ട നിയമങ്ങളും പോളിസീസും എല്ലാം അടങ്ങിയിട്ടുള്ള എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഈ എഗ്രിമെൻറ്റ് പറഞ്ഞ പ്രകാരമുള്ള ട്രേഡ്, സർവീസിൻ്റെയും ട്രേഡിൻ്റെയും രീതിയിൽ വേണം ട്രേഡ് ചെയ്യാനും സർവീസസ് ട്രേഡ് ചെയ്യാനും ആയിട്ട്. അതുപോലെ ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പി റൈറ്റ് ആയിക്കോട്ടെ, ട്രേഡ് മാർക്ക് ആയിക്കോട്ടെ, അങ്ങനെ ഉള്ള അദൃശ്യമായിട്ടുള്ള നമ്മുടെ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ട്രേഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റാണ് ട്രിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചാപ്റ്റർ 1 യൂണിറ്റ് 1 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക്കുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏകദേശം നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ള മിക്ക പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ യൂണിറ്റിൽ വരുന്ന ഈ ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ബാക്കി വരുന്ന അതിന് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം, പരീക്ഷയ്ക്ക് അനുസൃതമായിട്ടുള്ള പഠനം കൂടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്തായാലും നോക്കാം. ഈ പറഞ്ഞ ടോപ്പിക്കുകളല്ലാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയാനായിട്ടും പരീക്ഷയ്ക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങാനും നമുക്ക് നമ്മുടെ CCയുടെ കോഴ്സ് ഇപ്പോൾ നമുക്കറിയാം ജനുവരിയിൽ നമ്മുടെ എക്സാം വരാൻ പോവാണ്. 1 മാസത്തോളം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരു 30 ഡേ റാപ്പിഡ് റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ CCയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൽ നിങ്ങൾക്ക് ആപ്പ് വഴിയുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, റെഗുലർ ആയിട്ടുള്ള എക്സാംസ്, അതുപോലെ തന്നെ ലൈവ് ഇൻട്രാക്ഷൻസ്, അങ്ങനെയുള്ള നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം അടങ്ങുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കോഴ്സാണ്. സോ സമയം ഒട്ടും കളയാതെ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കോഴ്സുകളെ പറ്റി അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പർ 9778826292 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഇനിയും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.